ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പച്ചക്കായ വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 നേന്ത്രക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നേന്ത്രക്കായയുടെ തൊലിയിൽ കറുപ്പ് കുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം 4 കഷ്ണങ്ങളായിട്ട്, അതായത് 4 ചതുര കഷ്ണങ്ങളായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വയ്ക്കുക. ആദ്യം നമുക്ക് കായ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. കായ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 3 വിസിലാണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇതിൽ വെള്ളം കൂടുതലാണെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചതിന് ശേഷം വേണം നമുക്ക് മെഴുക്ക് വരട്ടി തയ്യാറാക്കാൻ. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച ശേഷം പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ചുവന്നുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 8-10 ചെറിയുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വറ്റൽമുളകും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച കായ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു 3-4 മിനിറ്റ് നമുക്ക് പാത്രം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കായയിലെ വെള്ളം ഒന്നുകൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പം കായയുടെ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം പച്ചമുളക് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്